ശ്രീമദ് ഭാഗവതം ക്ലാസ് 99. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 5 6-ാമത്തെ അധ്യായമാണ്. അത് ഋഷഭദേവന്റെ ശരീരത്യാഗമാണ്. ഋഷഭദേവൻ ശരീരം ത്യജിക്കുകയാണ്, കളയുകയാണ്, വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ത്യാഗം എന്ന് പറഞ്ഞാൽ കളയുകയാണ്, ആവശ്യമില്ലാതെ മാതിരി നമുക്ക് വേണ്ട ഇങ്ങനെ കളയുകയാണ്. അപ്പൊ കളയുമ്പോഴാണ് എന്ത് പറ്റുന്നത്? വന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്, ആ ശ്രീഹരിയിൽ നിന്ന് തന്നെയാണ്. ആ ശ്രീഹരി തന്നെയായിട്ട് തിരിച്ചാവുകയാണ്. ശരീരത്തിൽ കയറുമ്പോൾ അതിനൊരു വേറെ സ്വഭാവം വരുന്നു. തിരിച്ച് അതിൽ പോകണ്ടെങ്കിൽ ഈ ശരീരത്തെ കളയണം. അപ്പൊ അതിന് ഒന്നും കൂടി എടുത്തു പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ദൈവം ഈശ്വരനാണ്. ശരിയാണ്, ബ്രഹ്മത്തിൽ പോയി ഈശ്വരനാകുക എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരം വിട്ട് നാം എന്ന് പറയുന്നത് ഈ ശരീരത്തിലെ ആത്മാവാണ്. അത് ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ശരീരത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അതിനത് തിരിച്ചറിയാൻ പറ്റില്ല. ശരീരത്തെ വിടുമ്പോഴാണത് ആ ബ്രഹ്മത്തിന്റെ അവസ്ഥയിലേക്കാക്കി ആയി മാറുന്നത്. അപ്പൊ ശരീരം ത്യജിക്കണം. പക്ഷെ നമ്മൾ ധരിക്കുന്ന എന്താണ്? ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ദൈവന്മാരിയാവും, ആ ശരീരവും കൊണ്ട് വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കാനിരിക്കും. ഇങ്ങനെ എല്ലാം ഒരു മിഥ്യാധാരണകളുണ്ട്. പിന്നെന്തുണ്ട്? മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ കെട്ടിപ്പൊക്കി വെച്ചിട്ട് എല്ലാവരും വന്ന് പൂജ അർപ്പിക്കും ഈ ശരീരത്തിന്. യഥാർത്ഥത്തിൽ ശരീരത്തെ കളയലാണ് ബ്രഹ്മസാക്ഷാത്കാരം. അല്ലാതെ പിന്നെ ആ ശരീരം കൊണ്ട് നടക്കലല്ല. ആ ശരീരത്തെയും മാത്രം കളഞ്ഞാൽ പോരാ, ബന്ധങ്ങളെല്ലാം എടുത്ത് കളയണം. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാമായിട്ട് കളയണം. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഇത് പിന്നെയും പറയുന്നത്. ശരീരത്യാഗം എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ത്യജിച്ചു കഴിഞ്ഞു. പിന്നെയും അവസാനം പറഞ്ഞു നിർത്തി എന്താണ്? അദ്ദേഹത്തിന് ആ സമയത്ത് ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ അണിമാദ്യ അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കുമെന്നാണ്. ഈ അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. മറ്റുള്ള ശരീരത്തിലേക്ക് പ്രവേശിക്കാം, പരകായ പ്രവേശനം എന്നല്ല, ആകാശത്തിൽ പറക്കാം. അപ്പൊ ഇതിനെയും ദുർവ്യാഖ്യാനിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ അവർ പിന്നെ ആകാശത്തിലോട്ട് ഇങ്ങനെ പറക്കും. അയാളുടെ ശരീരത്തിൽ ആത്മാവിനെ വേറൊരു ആത്മാവിലേക്ക് കയറാം. ഇങ്ങനെയെല്ലാം തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയെല്ലാം എന്ത് ചെയ്യും? അതിനെല്ലാം ദുരുപയോഗം ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു അധ്യായം എടുത്തു വെച്ചത്. ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് ശരീരം ത്യജിക്കണം. ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ ശരീരം കൊണ്ട് നടക്കുന്നത്? അപ്പൊ അതാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. അത് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യുകയാണ് ഈ ഒരു അധ്യായത്തിന്റെ ലക്ഷ്യം. അപ്പൊ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒന്നില് രാജാവ് പറയുകയാണ്, യോഗബലത്താൽ ഉയർത്തപ്പെട്ട ജ്ഞാനാഗ്നിയിൽ യോഗയെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ആ ബ്രഹ്മസാക്ഷാത്കാരം നേടി ആ ജ്ഞാനാഗ്നിയിൽ, ജ്ഞാനമാകുന്ന അഗ്നിയിൽ യഥാർത്ഥ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ വെന്തെരിഞ്ഞു പോയ കർമ്മബീജങ്ങളെ, പിന്നെ നമുക്ക് ഈ ലോകത്തിൽ ഒരു കർമ്മവുമില്ല. ഈ കർമ്മം ചെയ്യാനാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. നമുക്കൊരു കർമ്മവുമില്ലെങ്കിൽ ശരീരത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ആത്മരാമന്മാരായി വന്നു ചേരുന്നവർക്ക് അണിമാദ്യ അഷ്ടൈശ്വര്യങ്ങൾ പിന്നെ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഗുണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഈ മറ്റു ശരീരത്തിൽ കയറാം, മറ്റ് ആകാശത്തിലൂടെ പറന്നു നടക്കാം. ഈ പറയുന്ന ഐശ്വര്യങ്ങളെല്ലാം സാംസ്കാരിക ക്ലേശപ്രദമാകാൻ ഒരിക്കലും ഇടവരില്ല. പിന്നെ ഈ സംസാരത്തിൽ വന്നിട്ട് ഈ ശരീരവുമായി നടക്കുമ്പോൾ, ശരീരമായിട്ട് നടന്നാലും സംസാര ദുഃഖത്തിലാകലും കഷ്ടപ്പാടിലുണ്ടാകും. ആ വഴിയിലേക്ക് പിന്നെ അവൻ വരില്ല. അത് കഴിഞ്ഞാലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്നും പിന്നെ ആ ചിന്ത ഉണ്ടാവില്ല. കാരണം ശരീരം കളഞ്ഞു, ശരീരം ദ്രവിച്ചു പോയി, ശരീരത്തെ ഉപേക്ഷിച്ചു, ബ്രഹ്മത്തിൽ ലയിച്ചു, ശരീരം വിട്ടു.
ആത്മാവ് ശരീരം വിട്ടു, ബ്രഹ്മമായി ചേർന്ന് കഴിഞ്ഞു, പരമാത്മാവായി ചേർന്ന് കഴിഞ്ഞു. പിന്നെ അവൻ എന്ന് പറയുന്നത് ശരീരമല്ല, ആ ആത്മാവ് മാത്രമാണ്, ആ പരമാത്മാവാണ്, ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മം, വേദം എന്താണ് പറയുന്നത്? എല്ലാ പ്രപഞ്ചത്തിലും ആ ബ്രഹ്മമുണ്ട്. അപ്പോൾ എന്നിലും ഉണ്ട്, വേറെ ആരിലും ഉണ്ട് ആ ബ്രഹ്മമുണ്ട്. ബ്രഹ്മമില്ലാതെ ഒരുത്തലുമില്ല. ആ അർത്ഥത്തിലാണ് അത്. ആകാശത്തിലുമുണ്ട്, ഏത് ഗ്രഹത്തിലും ആത്മാവുണ്ട്. കാരണം ബ്രഹ്മം സർവത്ര വ്യാപിച്ചു കിടക്കുകയാണ്. എല്ലാം ബ്രഹ്മമയമാണ്. അതില്ലാതെ ഒന്നില്ല. എല്ലാ ജീവികളിലും ഉള്ളത് ബ്രഹ്മമാണ്. ആ നിലയിൽ അവൻ ബ്രഹ്മമായി കഴിഞ്ഞാൽ അവൻ എല്ലാറ്റിലും ഉണ്ട്. ആ അർത്ഥത്തിലെടുക്കണം. അതുകൊണ്ടാണ് വേദവ്യാസന്റെ പുത്രൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് പോയപ്പോൾ അച്ഛനോട് പോലും ചോദിക്കാതെ പോയപ്പോൾ, പിന്നെ അച്ഛനൊന്നുമില്ല. വേദവ്യാസം പിന്നാലെ മോനെ മോനെ എന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടത് പർവ്വതങ്ങളും ചെടികളും എല്ലാമാണ്. കാരണം അവനെന്തായി കഴിഞ്ഞു? ബ്രഹ്മമായി കഴിഞ്ഞു. ബ്രഹ്മമായി കഴിഞ്ഞാൽ ചെടിയിലും ഉണ്ടവൻ, കല്ലിലും. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചം മുഴുവനുള്ളത്. ആ അർത്ഥത്തിൽ വേണം അതിനെ എടുക്കാൻ. പിന്നെ അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുകയാണ്. അതിന് പിന്നെ പരിധിയില്ല. ബ്രഹ്മം എവിടെയെല്ലാം ഉണ്ടോ അതിലാണ് അവന്, അതും അതായി മാറിയതാണ്. അവൻ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനുള്ള ശക്തിവിശേഷം. കാരണം ബ്രഹ്മം തന്നെയാണ് നമ്മളായി വന്നത്. നമ്മിൽ ശരീരത്തിൽ കയറുമ്പോൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു സ്വഭാവമുള്ളത്. ആ ശരീരം കളഞ്ഞാൽ ഞാനും ഇല്ല, പിന്നെ എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. ഈ അർത്ഥം മനസ്സിലാക്കണം. ഈ അർത്ഥത്തിൽ അതിന് പിന്നെ ഏത് ലോകവും വ്യാപിച്ച് കിടക്കുകയാണ്. അതിന് പിന്നെ ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ ശരീരം കളയണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടി, ഇതാ ഞാൻ ഇനി എല്ലാവരെയും അനുഗ്രഹിക്കാൻ വരുന്നു, പ്രഭാഷണം നടത്താൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശരീരം എടുത്തിട്ട് വരികയാണെങ്കിൽ ഈ സാംസാരിക ക്ലേശത്തിൽ ഒരിക്കലും ഇടപെടാൻ ഇടവരില്ല. പിന്നെ ഈ ശരീരമില്ല, ശരീരം കളഞ്ഞതാണ്. എന്നിട്ട് 2 ശ്രീ സുഗൻ പറയുകയാണ്, അതാണ് ശരി. എന്നാൽ സുഗൻ പറയുകയാണ്, അതാണ് സത്യം. പിന്നെ അവർ ശരീരം ഉപേക്ഷിച്ചവരാണ്. പിന്നെ ആ ശരീരം എടുത്തുകൊണ്ട് പിന്നെ ആദ്യം ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പോയതിനാ? ശരീരം എടുത്തുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കാൻ, ഞാൻ ഈ ശരീരത്തിൽ നിന്ന് മറ്റേലേക്ക് ഞാൻ കയറി, എനിക്ക് ആകാശത്തോടെ പറക്കാൻ കഴിവുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന് ഭൗതിക ജീവിതത്തിൽ തന്നെ പൈസ വാങ്ങാനാണ്. ഇതെല്ലാം വിട്ടെറിഞ്ഞു പോയവനാണ്. എന്നിട്ട് ശ്രീശുഖൻ പറയാണ്, അതാണ് സത്യം. എന്നാൽ ഈ നിലയിലും ചിലർ ചതിയനായ വേടനില എന്ന പോലെ, ഒരു ചതിയനായ വേടനെ ആരും വിശ്വസിക്കില്ല. വിശ്വാസം കൊള്ളാത്തതുപോലെ കൊള്ളാത്ത മാനസ അവസ്ഥയിലാണ്. അപ്പോൾ ചിലവര് ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത, അതിനെ വിശ്വസിക്കാൻ ആ നിലയിൽ വിശ്വസിക്കില്ല. ഏത് നിലയിൽ? ഈ പറഞ്ഞ ഈ അർത്ഥത്തിൽ എടുക്കാതെ എന്ത് ചെയ്യും? പിന്നെ ശരീരമായിട്ട് വന്നിട്ട് ഇങ്ങനെയെല്ലാം മറ്റുള്ളതിൽ കയറാമെന്ന ചിന്താഗതിയുമായിട്ട് നടക്കുമെന്നാണ് പറയുന്നത്. ഏത്? മനസ്സ് ആ അവസ്ഥയിൽ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. കാരണം ചതിയനായ വേടനാണ്. അപ്പോൾ അയാൾ ചതിക്കുമെന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. ആ വേടൻ നന്നാണെന്ന് വെച്ച് കഴിഞ്ഞാലും, നല്ല സ്വഭാവം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുപോലെ മനസ്സ് എന്നത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സുണ്ടാകുന്നത് ശരീരത്തിൽ നിന്നാണ്. അപ്പോൾ ചിലവരെന്ത് ധരിക്കുന്നുണ്ട്? മനസ്സുള്ള ചിലർക്ക് എന്ത് ധരിക്കും? ഈ കിട്ടുന്ന ഐശ്വര്യങ്ങളെല്ലാം ഈ ശരീരത്തിലൂടെ അനുഭവിക്കാൻ കിട്ടും. മറ്റുള്ള ശരീരത്തിൽ ആകാശത്തോടെ ഈ ശരീരവും വെച്ച് പറക്കാം എന്നുള്ള നിലയിൽ മനസ്സ് അവരെ കൊണ്ടെത്തിക്കും. കാരണം അല്ലാതെ മറ്റേ നിലയിൽ ചിന്തിക്കാൻ അവർക്ക് പറ്റുകയില്ല. കാരണം ഈ മനസ്സുള്ള ആൾക്കാർ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സ് വെച്ചാണ് ചിന്തിക്കുന്നത്.
മനസ്സുണ്ടാകുന്നത് ശരീരത്തിൽ നിന്നാണ്. ഇപ്പൊ ശരീരവും മനസ്സും ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഈ ശരീരത്തെ നഷ്ടപ്പെടുത്തിയ ശേഷമുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ കന്യാസിലേക്ക് പോയി വഴിക്കെത്തിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ഈ ശരീരത്തെ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം, അവന്റെ മനസ്സ് നശിക്കാത്തിടത്തോളം കാലം, ഈ ശരീരത്തെ ഉപേക്ഷിക്കാതിരിക്കാത്തിടത്തോളം കാലം അവന്റെ മനസ്സ് പറയുന്നതേ അവന് വിശ്വസിക്കാൻ പറ്റൂ. അവന്റെ മനസ്സ് എന്ത് പറയും? ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാല് ആകാശത്തിലൂടെ പറക്കാം, ഇങ്ങനെ ഒരു ധാരണ വെച്ച് നടക്കും. ഇപ്പൊ ധാരണ മാറണ്ടെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? ആ അവസ്ഥയിലെത്തണം, ബ്രഹ്മത്തിൽ പോയി ലയിക്കണം. ലയിക്കുമ്പോഴേക്ക് ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. പിന്നെ അവൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, മനസ്സല്ല, ആ നിർഗുണമായ ബ്രഹ്മമാണ്. അത് എല്ലാ ജീവജാലങ്ങളിലും, അതിന് എവിടെയും എത്താം, ഏതിലും കടക്കാം. അത് പക്ഷേ നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ അല്ല. അവൻ ആ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അത് അവൻ ചെയ്യുന്നത്. അതാ നിർഗുണമായ ബ്രഹ്മം എന്ന അവസ്ഥ ആണ്. ഇനി 3 പറയാണ്, പ്രകൃത്യാ ചഞ്ചലമായ മനസ്സിൽ ഒരു ദിവസവും സൗഹൃദം ഉണ്ടാകരുത്. പ്രകൃതിയാ ചഞ്ചലമായ മനസ്സ്. അപ്പൊ ഈ മനസ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ മനസ്സ് ശരീരത്തിലുള്ളിടത്തോളം, ശരീരമുള്ളപ്പോഴാണ് മനസ്സുള്ളത്. അപ്പൊ മനസ്സിനെയാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത്. അത് ശരീരത്തിനുമായിട്ട് ചേർന്നുകൊണ്ടാണ് പോകുന്നത്. അതിന് ശരീരത്തെ വിട്ടുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. കാരണം മനസ്സ്, ശരീരമില്ലെങ്കിലേ മനസ്സില്ലാതെയാവുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിലേ ശരീരമുണ്ട്. ശരീരത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സിന് ശരീരത്തെ വിട്ടുകൊണ്ടുള്ളൊരു കളിയില്ല. അതുകൊണ്ട് പ്രകൃത്യാ ചഞ്ചലമായ മനസ്സിൽ ഒരു ദിവസവും സൗഹൃദം ഉണ്ടാകരുത്. സൗഹൃദം എന്ന ഒരു സംഗതി ഒരു നേരം പോലും ഉണ്ടാകരുത്. സൗഹൃദ ബന്ധങ്ങൾ, മനസ്സിലാണ് ഉണ്ടാകുന്നത്. സൗഹൃദ ബന്ധങ്ങൾ ഇല്ലാതാണെങ്കിൽ ഈ മനസ്സും ആദ്യം ഇല്ലാതാകണം. അപ്പൊ ഈ മനസ്സിനെയാണ് നമ്മൾ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കാൻ. കാരണം എന്തുകൊണ്ട് എന്ന് പറയുകയാണ്, ആ മനസ്സിൽ പരമശിവൻ പോലും, പരമശിവന്റെ പണ്ടത്തെ ഒരു കഥ വെച്ചിട്ട് പറയുന്നതാണ്, തപസ്സിനാൽ നേടിയ ശക്തിയിൽ നിന്നും വഴുതിപ്പോയിട്ടുണ്ട്. പരമശിവൻ തപസ്സിന്റെ കേന്ദ്രമാണ്, മനസ്സിനെ എല്ലാം നിയന്ത്രിക്കുന്ന കക്ഷിയാണ് പരമശിവൻ. പക്ഷേ ഒരു സമയം മനസ്സിൽ ചാഞ്ചല്യമുണ്ടായി. എന്താണത്? വിഷ്ണുവിനെ മോഹിനിയായിട്ട് കണ്ടപ്പോൾ മനസ്സ് ഭ്രമിച്ചു പോയി. അതിന്റെ പിന്നാലെയാണല്ലോ പിന്നെ ബാക്കിയെല്ലാം സംഭവിച്ചത്. അവിടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയോണ്ട് ആ മനസ്സിൽ ആകൃഷ്ട സൗന്ദര്യം കണ്ടിട്ട് എന്തുപോയി, ഒരു സ്നേഹം തോന്നി, ഒരു സൗഹൃദം ഉണ്ടായി. അങ്ങനെയാണ് പ്രേമെല്ലാം ഉണ്ടായിട്ട് അത് വേറെ വഴിക്ക് പോയത്. അപ്പം ശിവന് പോലും ഇത് സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ ഒരു സൗഹൃദവും ആരോടും, ഈ ലോകത്തിലുള്ള ഒരു വസ്തുവായിട്ട് ഒരു ബന്ധവും മനസ്സിലുണ്ടാകാൻ പാടില്ല. കാരണം മനസ്സ് ശരീരത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത്. ആ ശരീരം മനസ്സിനെ കൊണ്ട് പലതും ചെയ്യിക്കും. അപ്പം മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് വേണം ശരീരത്തെ എല്ലാം കളയുവാൻ. ശരീരത്തെ കളഞ്ഞാൽ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയാലും ബ്രഹ്മം തന്നെയാണ്. പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്നിലും എവിടെയും അതിന് പോകാം. അതിന് ആകാശത്തൂടെ പറക്കുന്ന ബ്രഹ്മമാണ് പറക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രഹ്മമായാലും ബ്രഹ്മമാണ് പറഞ്ഞ് ഞാൻ തന്നെയാണ് പറക്കുന്നത് എന്നുള്ള നിലയിൽ ആ അവസ്ഥയിൽ
എൻ്റെ 4 പറയാണ്, എപ്പോഴും ഭാര്യയിൽ വിശ്വസിച്ച ഭർത്താവിന് നല്ല വിശ്വാസമാണ്. വ്യഭിചാരിണിയായ ഭാര്യ, പക്ഷേ ഭാര്യ വ്യഭിചാരിണിയാണ്. ജാരപുരുഷന്മാർ എന്ന പോലെ മനസ്സിൽ വിശ്വാസമർപ്പിച്ച യോഗി മനസ്സിൽ വിശ്വാസമർപ്പിക്കുന്നു. മനസ്സ് എന്നത് ഭാര്യ വ്യഭിചാരിണിയാണ് എന്ന നിലയിലാണ്. മനസ്സിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുകയാണ്, നമ്മൾ ഭാര്യയിൽ വിശ്വസിക്കുന്ന പോലെ. പക്ഷേ ഈ മനസ്സ് എന്ന് പറയുന്നത് അത്ര നല്ല കക്ഷിയൊന്നും അല്ല. അപ്പം മനസ്സിൽ വിശ്വാസമർപ്പിച്ച യോഗി കർമ്മത്തിനും കാമത്തിനും അതിവേഴി ശത്രുതയ്ക്കും ആ മനസ്സ് ഇടയുണ്ടാക്കും. അപ്പം മനസ്സ് എന്നതിനെ ഭാര്യയെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ കാണണം മനസ്സിനെ. കാരണം മനസ്സ് നമ്മളൊരു വിശ്വാസം ഭാര്യയോടുണ്ട്, ഒരു പോസിറ്റീവ് വിശ്വാസമാണ്. പക്ഷെ ഭാര്യ വ്യഭിചാരിണിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ കൂടായികയില്ലല്ലോ. അതേപോലെ നമ്മൾ മനസ്സിനെയും വിശ്വസിച്ച് കഴിഞ്ഞാൽ മനസ്സ് പക്ഷേ അത്ര ശുദ്ധമൊന്നും ആയിരിക്കില്ല, അത് കാമത്തിൻ്റെ പിന്നാലെ ഓടുന്നവനാണ്. അതുവഴി മനസ്സിനെപ്പോഴും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ താല്പര്യം കാണും. കണ്ണിലൊക്കെ കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യുമ്പോൾ അതിൽ ആകൃഷ്ടമാകും. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കും. അതുവഴി ശത്രുതയുണ്ടാകും. അങ്ങനെ അത് ശത്രുതയ്ക്കും മറ്റുള്ള കുഴപ്പങ്ങൾക്കും സംസാര ദുഃഖത്തിനും എല്ലാം ഇടവരുത്തും. ഇനി 5 കാമം, കോപം, തിമർപ്പ്, പെരുത്താശ, ലോകം, മോഹം, ഭയം മുതലായവ മനസ്സിലുണ്ടാകുന്നു. നമ്മൾ ഉണ്ടാകുന്ന എല്ലാ വിചാരങ്ങളും മനസ്സിലാണ് ഉണ്ടാകുന്നത്. ആ മനസ്സിനെ ഏതൊരാൾ തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിക്കും. ആ മനസ്സിനെ നമുക്ക് തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കണം. അങ്ങനെ അതിനെ വിശ്വസിച്ചുകൂടാ. ഈ മനസ്സിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ 100% ആ മനസ്സിനെ നമുക്ക് വിശ്വാസം അർപ്പിച്ചുകൂടാ. എങ്ങനെ ആ മനസ്സിൽ അങ്ങനെ ഇതെല്ലാം ഉണ്ടാകുന്ന അവിടെയാണ്. ആ മനസ്സിൽ നമ്മളെ എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുക? അത് ഉണ്ടായി വരികയാണ് മനസ്സിൽ ഓരോന്ന്. അപ്പോൾ മനസ്സിൽ തോന്നുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം മനസ്സിൽ തോന്നുന്നത് പുറത്തുനിന്ന് വരികയാണ്. ഓരോ സാഹചര്യം കണ്ണും മൂക്കിലൂട്ടിയെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും മണക്കുമ്പോഴും എല്ലാം ഓരോന്ന് മനസ്സിലെ രൂപം കൊള്ളും. കാമം, ക്രോധം എല്ലാം. അതിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ നിയന്ത്രിക്കണം, അതിനെ പിടിച്ചു വെക്കണം. എന്നിട്ട് അനന്തരം സകല ലോകർക്ക് ഇതെല്ലാം ഉപദേശിച്ച ശേഷം ഋഷഭദേവൻ എന്താ ചെയ്തെന്നുള്ളത് ഒരിക്കലും കൂടി വിസ്തരിച്ച് പറയുകയാണ്. സകല ലോകർക്കും അലങ്കാരഭൂതനാണെങ്കിലും അദ്ദേഹം എല്ലാ ലോകങ്ങൾക്കും രാജാവായിട്ട് ഭയങ്കര ശോഭിച്ചു നടന്ന വ്യക്തിയാണ്. ആണെങ്കിലും ഒരു മൂഢനെ പോലെ, കാരണം ഈ പ്രപഞ്ചത്തെ ത്യജിച്ചപ്പോൾ പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല. കാണുന്നവർക്ക് അവനൊരു മൂഢനായിട്ട് തോന്നും. കാരണം ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, തലയിടുന്നില്ല. അങ്ങനെ ഒരാൾ ഈ വീട്ടുകാര്യം ഒന്നും ശ്രദ്ധിക്കാതെ ഒരുത്തനെ കാണുമ്പോൾ നമ്മളെന്താ പറയുക? വീട്ടിലൊരു ആളുണ്ട്, വീട്ടുകാര്യം ഒന്നും ശ്രദ്ധിക്കില്ല, ഒന്നുമില്ല, എന്ത് നടന്നാലും അതിൽ തലയിടില്ല എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക? ഇവനെന്താ തലക്കുഭ്രാന്താണോ? ഇവനെന്താണ് പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ അവിടുന്ന് തന്നെയാണ് ഭ്രാന്തൻ എന്ന സ്വഭാവം വരിക. എല്ലാം ഉപേക്ഷിക്കുമ്പോൾ ആളുകാർ പറയും അവനെ ഭ്രാന്തടിച്ചിരിക്കുക എന്ന് പറയും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഒരു കാര്യത്തിലും നടക്കില്ല. അവിടെ ആൾക്കാർ തമ്മിൽ മരിക്കാൻ പോയാലും എനിക്ക് ഈ ബന്ധമൊന്നുമില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ആൾക്കാരെന്താ പറയുക? ഒരുത്തനാണ് ഇരിക്കുന്നത്, അവന് തലക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുക, ഭ്രാന്തനെ പോലെ. അപ്പൊ യഥാർത്ഥത്തില്
ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ ഭ്രാന്തൻ മറ്റുള്ളവരുടെ കണ്ണിൽ ഭ്രാന്തനായി തോന്നും. ഇപ്പോൾ ഒരു മൂഢനായിട്ട് തോന്നും. അവൻ വെറും മൂഢൻ എന്ന് പറയും. അസാധാരണമായ അവധൂതന്റെ മട്ടിൽ, അവധൂതന്റെ ലക്ഷണങ്ങൾ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. ഉടുതുണിയൊന്നുമില്ലാതെ അങ്ങനെ നടക്കും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. എവിടെയെല്ലാം കിടക്കുന്നത് എടുത്ത് അവിടെ തന്നെ ഇരുന്നും കിട്ടുന്ന അവിടെ പുല്ല വല്ലതും എടുത്ത് വിശക്കുകയാണെങ്കിൽ പുല്ല എല്ലാം എടുത്തിട്ടാണ് തിന്നുക. എന്നിട്ട് അവിടെ തന്നെ തുമ്പി വെക്കും, മലമൂട്ടിട്ട് അതിനെ മീത്ത വരുത്തിയാൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. ഇതാണ് സന്യാസത്തിലേക്ക് പോകുന്ന അവസാനത്തെ അവസ്ഥയാണ് അവധൂതൻ. ശിവൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രിയപ്പെട്ടവൻ അവധൂതനാണെന്നാണ്. കാരണം ഈ അവസ്ഥയിലെത്തിയവൻ. നമ്മൾ ധരിക്കുന്ന വരിയൊന്നുമല്ല സന്യാസത്തിലൂടെ ബ്രഹ്മചര്യം. മറ്റുള്ള സംസാരം ഞാനീ പറയുന്ന പുറത്തുള്ള സന്യാസികളല്ല. അതൊന്നും വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്ക് അഭിപ്രായമില്ല. വേദം ഇങ്ങനെ പറയുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേദപുരാണം ഉപനിഷത്ത് അത് വേറെ ഏതാണെന്നുള്ളത് ആ വിഭാഗത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ വേദപുരാണ ഉപനിഷത്തുക്കളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് പറയുന്നത്. അവധൂതന്റെ മറ്റിൽ പ്രാകൃത ഭാവവും പ്രാകൃതന്റെ ഒരു പഴയ ഗോത്ര കാലഘട്ടത്തിൽ ആ ഒരു ഭാവവും സമ്പ്രദായവും കൊണ്ട് തൻ്റെ ഈശ്വരപ്രഭാവം പുറമേ പ്രദർശിപ്പിക്കാതെ ഈശ്വരൻ തന്നെയാണ് ഈ വേഷത്തിൽ കയറി നടക്കുന്നത്. അവസാനം ശരീരം സ്വീകരിച്ചു പോയതുകൊണ്ടുള്ള കുഴപ്പമാണിത്. ഇനിയിപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ഈ രൂപത്തിലോട്ട് പോകാൻ, ഈ സന്യാസ അവധൂതന്റെ രൂപത്തിലോട്ട് പോകാനേ പറ്റുകയുള്ളൂ. ഈശ്വര പ്രഭാവം പുറമേ പ്രദർശിപ്പിക്കാതെ യോഗിമാരുടെ ദേഹപരിത്യാഗ രീതിയെ സ്വപ്രയത്നത്താൽ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം സ്വപ്രയത്നാല് എങ്ങനെയാണ് യോഗിമാർ പെരുമാറേണ്ടത് എന്ന് ലോകത്തെ സ്വയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അവതാരമെടുത്തിട്ട് യോഗിയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, ഇതേമാതിരി എല്ലാം വിട്ടെറിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ നടക്കുക. അവിടെ തൂതിയും എല്ലാം അവിടെ തന്നെ ചെയ്യുക. ശരീരത്തിൽ അതെല്ലാം പരണ്ട് കിടക്കുക, അതൊന്നും കുഴപ്പമില്ല. ആളുകൾ തുപ്പുകയും ചെയ്യും, കാർക്കി ചിപ്പുകയും ചെയ്യും, വടിയെടുത്ത് അടിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഭ്രാന്തന്മാരല്ല, ഭ്രാന്തന്മാരും അങ്ങനത്തെ ഉണ്ടാവും. ഭ്രാന്തന്മാരെ പിള്ളേർ കല്ലെടുത്തെറിയും. അല്ലാതെ ഭ്രാന്തൊന്നും ഇല്ലാതെ പ്രതികരിക്കാതെ ഇത്തരത്തിലുള്ള വ്യക്തികളെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് കാണും, അവരാണ് അവധൂതന്മാർ. അവർ ഈ ലോകത്തിൽ ഒന്നും തലയിടാതെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കുന്ന കാണാം. പിള്ളേരെല്ലാം കല്ലെടുത്ത് എറിയുന്നുണ്ട്, അവനൊന്നും ഉണ്ടാവില്ല, അവനങ്ങനെ നടക്കും. കാരണം അവൻ്റെ ശരീരമെല്ലാം അവൻ കളഞ്ഞു. കല്ല് ശരീരത്തെ കൊണ്ട് പൊട്ടുന്നുണ്ടെന്നുണ്ട്, അവന് ശരീരവും വേണ്ട. അങ്ങനെയുള്ളവരാണ് അവധൂതന്മാർ. ഇതെല്ലാം സ്വന്തം വേദങ്ങൾ പറയുന്ന അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഇത്രയും പറഞ്ഞാലും തലയിൽ കയറില്ല, ഇത്രയും വിസ്തരിച്ച് പറഞ്ഞിട്ടും തലയിൽ കയറുന്നില്ല. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണിത്. എന്നിട്ടോ ആൾക്കാർക്ക് ഇതുവരെ തത്വം ഉപദേശിച്ചു കൊടുത്തു മക്കൾക്ക്, അത് നമുക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്. പിന്നെന്ത് ചെയ്യാണ്? അതേപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വേണം നിങ്ങൾ ജീവിക്കാൻ. ഉപദേശിച്ചുകൊണ്ട്, സ്വപ്രവർത്തിയാൽ ഉപദേശിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ പരിത്യജിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ത്യജിക്കാൻ ശരീരത്തെ കളയാണ്. അവന് ഈ ശരീരം വേണ്ട. ജീവാത്മാവിനെ പരമാത്മാവിൽ ഏകീകരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ജീവാത്മാവ് ഈ ശരീരമെല്ലാം വിട്ടിട്ട് പരമാത്മാവിൽ ലയിക്കും. പ്രാരബ്ധ കർമ്മത്തിൽ നിന്നും വിട്ടകന്ന്, പിന്നെ ഒരു കർമ്മവും ഈ ലോകമായിട്ട് അവന് ഒരു ബന്ധവുമില്ല, അതിൽ നിന്ന് വിട്ടകന്ന് ആ ഉന്നത ഗതിയെ പ്രാപിക്കും. അപ്പം അത് സന്യാസരൂപം അല്ലെ അവധൂതന്റെ അവസ്ഥയിൽ സ്വയം കാട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് സന്യാസിമാരെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകേണ്ടത്. ഇനി 7 ഇപ്രകാരം കാരണശരീരത്തെ വിട്ട ആ ഋഷഭ ഭഗവാന്റെ ശരീരം
ഈ ലോകമാനം മാകമാനം വിട്ടുകൊണ്ട് കൊങ്കണം, വെങ്കടം, കുടക് എന്നീ തെക്കൻ കർണാടക പ്രദേശങ്ങളിൽ എത്തി കുടകാദ്രിയുടെ പാർശ്വത്തിലെ വനത്തിൽ വായിൽ നിറയെ കല്ലിൻ കഷ്ണങ്ങൾ അമർത്തിപ്പിടിച്ച് അങ്ങനെയുള്ള ജീവാത്മാവും പരമാത്മാവും ചേരുന്ന ആ അവസ്ഥയിൽ അവൻ ഇങ്ങനെ ആ ശരീരം ഉപേക്ഷിച്ച് ആ ശരീരം ഇങ്ങനെ നടന്ന് കർണാടകത്തിലെ കുടകിലെത്തിയതാണ് പറയുന്നത്. കുടകിലെത്തിയിട്ട് വായിൽ കരിങ്കൽ കഷ്ണങ്ങളെല്ലാം കടിച്ചു പിടിച്ചിട്ട് ഭ്രാന്തനെ പോലെ പിശാചിനെ പോലെ അമർത്തിപ്പിടിച്ച് വായിൽ കല്ലെല്ലാം അമർത്തിപ്പിടിച്ചിട്ട് പിശാചിനെ പോലെ തലമുടി വിടർത്തിയിട്ടിട്ട് കേവലം നഗ്നനായിട്ട് സഞ്ചരിച്ചു. ഏത് കുടകിലൂടെ, കർണാടകത്തിലൂടെ. അപ്പൊ അങ്ങനെ നടന്നിട്ട് ഇവിടെ വരെ അവൻ നടന്നെന്നാണ് പറയുന്നത്. ഈ വേഷത്തില് വായിൽ കരിങ്കൽ കഷ്ണമെല്ലാണ് കടിച്ചു പിടിച്ചിരിക്കുന്നത്. തിന്നാനാണോന്നറിയാം, വിശക്കുമ്പോ എന്നല്ല എന്തെങ്കിലും കടിച്ചു എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് സന്യാസിയുടെ അവസാനത്തെ ലക്ഷണം. എന്നിട്ട് 8 അപ്പൊ അപ്പോഴേക്കും അവന്റെ ജീവാത്മാവ് എന്തായി? പരമാത്മാവില് ലയിച്ചു. ആ പരമാത്മാവിൽ ലയിച്ചപ്പോഴും പിന്നെ അവന്റെ ശരീരം ഇങ്ങനെ അവനറിയാതെ ഇങ്ങനെ നടന്നിങ്ങനെ കുടകിലെത്തിയതാണ്. എന്നിട്ട് ഒരിക്കൽ കാറ്റ് വീശിയപ്പോൾ, ശക്തിയായ കാറ്റടിച്ചപ്പോൾ ഓടകൾ തമ്മിൽ കൂട്ടി ഉരസുകയും അതുമൂലം ഉണ്ടായ ഘോരമായ കാട്ടുതീയില് ആ മഹാത്മാവിന്റെ ശരീരം കത്തിയെരിയുകയും ചെയ്തു. അതോടുകൂടി ആ ശരീരവും കത്തിയെരിഞ്ഞ് പോയി. ജീവാത്മാവ് അതിനു മുമ്പ് തന്നെ പരമാത്മാവിൽ ലയിച്ചു. അതോടുകൂടി അവൻ മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞു. ശരീരം പിന്നെ എവിടെയും കിടന്നിട്ട് വല്ല കാട്ടുതീയിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നിട്ട് ദ്രവിക്കും. വേറെ സന്യാസിമാരാണെങ്കിൽ പല ഗുഹയിലായിട്ടാണ് ആ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ശരീരം അവിടെ കിടക്കും. കുറെ കാലം കഴിഞ്ഞ് വല്ല തിന്നിട്ടോ എല്ലാം പൊടിയായിട്ട് അങ്ങ് പോകും. അപ്പോൾ ആ ശ്രീഹരി തന്നെ എങ്ങനെയാണ് അവധൂതനായിട്ട് പോകേണ്ടതെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും 9 പറയുകയാണ്, എവിടെ? കർണാടക ദേശത്തിൽ അവൻ സകല വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കും അതീതനായി നിലകൊണ്ട് അവൻ പിന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ടാണ് പോയത്. അവനെല്ലാം കളഞ്ഞിട്ട് പോയതാണ്. പിന്നെ അവൻ ഇതൊന്നും പറയില്ല. പിന്നെ ബ്രഹ്മചര്യത്തിലേക്ക് പോയി. അതിന് അതീതനാണ് അവൻ. ജീവിതകഥയെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ആ യഥാർത്ഥ അവൻ്റെ ജീവിതകഥ ജനങ്ങളിൽ അത് കേട്ടു പഠിച്ചു. അവൻ്റെ അവസാനം മരണം വരെയുള്ള കാര്യങ്ങൾ ഈ കുടകിലുള്ള നിവാസികൾക്കെല്ലാം മനസ്സിലായി. അതെല്ലാം കേട്ടിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ, ഈ അടുത്ത കാലം വരെ ആയപ്പോൾ കൊങ്കണം, വെങ്കടം, കുടക്, അതായത് ഇവൻ അവസാനം എത്തിയ സ്ഥലം, കരിങ്കല്ലും കഴിച്ചു പിടിച്ചിട്ട് അവസാന ജീവിതം ബ്രഹ്മസാക്ഷാത്കാരം നേടിയല്ലോ, ആ സ്ഥലത്ത് എന്ന ദക്ഷിണ കർണാടകത്തിലെ ദേശങ്ങളുടെ ഒരു രാജാവിന് ഈ കഥയെല്ലാം കേട്ടിട്ട് പിൽക്കാലത്ത്, മന്ദബുദ്ധിയാണ്, വലിയ വിവരമൊന്നും ഇല്ലാത്ത രാജാവാണ്, അർഹൻ എന്നാണ് ആ രാജാവിൻ്റെ പേര്. ആ ജീവിത ചരിത്രം ശരിക്കും അങ്ങേർക്ക് മനസ്സിലാവും. മന്ദബുദ്ധിയാണ്, ശരിക്കൊന്നും ഇല്ലെങ്കിൽ അയാൾ തോന്നുന്ന മാതിരി പഠിച്ചിട്ട് കലികാലത്തിൽ അധർമ്മം പെരുകി വന്നപ്പോൾ, പിൽക്കാലത്ത് കലികാലമായപ്പോൾ അധർമ്മം പെരുകി വന്നപ്പോൾ പൂർവകാല ഫലത്തിൻ്റെ ഫലമായിട്ട് ആ രാജാവും പാപിയായിട്ട് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ കർമ്മഫലമായിട്ട് ആ പാപത്തിൽ മായയിൽ അകപ്പെട്ടുകൊണ്ട് ആ മായയിൽ മോഹിതനായിട്ട് ഒരു ഭയത്തിനും കാരണമില്ലാത്ത ഈ മതത്തെ, ഈ ധർമ്മത്തെ വിട്ടിട്ട്, ഈ ധർമ്മത്തിലായിരുന്നു നിന്നുകൊണ്ടിരുന്നെങ്കിൽ
ജീവിതത്തിൽ എന്തില്ല, ഒരു ഭയവും ഉണ്ടാവില്ല. ഈ പറഞ്ഞ ധർമ്മം എന്താണ് പഠിപ്പിച്ചു തന്ന ധർമ്മം ഇത്രയാണ്. നമ്മളെ ആ ശക്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിക്കാനാണ്. അത് തന്നെയാണ് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഭയക്കുന്ന എന്തിനാ? അത് തന്നെയല്ലേ ഉള്ളിൽ നിന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഞാനെന്നൊരു ചിന്തക്ക് കാര്യമൊന്നുമില്ല. അവൻ എന്തെങ്കിലും ഒരു ഞാനെന്ന ചിന്തയുണ്ടാക്കി ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്നെ അത് കൊണ്ടുപോയിക്കോളും. എത്തേണ്ട അടുത്ത് കൊണ്ടുപോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിക്കോളും. പിന്നെ ഫലത്തിൻ്റെ കാര്യം എന്താണ്? ഇതാണ് യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനമുണ്ടെങ്കിൽ ഈ വേദവിശ്വാസികൾക്ക് എന്തില്ല, ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ മകളെ കല്യാണം നടക്കുന്നില്ല, നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവളെ കാലമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവളെ എപ്പം കല്യാണം കഴിപ്പിക്കണം, എപ്പം കുട്ടി ഉണ്ടാകണം, കുട്ടി വേണോ വേണ്ടെന്നെല്ലാം കാലമാണ് തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എന്താണ് ഉത്തരവാദിത്വമുള്ളത്? ഒരു ഉത്തരവാദിത്വമില്ല. അവിടെ സമയം വരുമ്പോൾ കല്യാണം നടക്കും, കുട്ടികളുണ്ടാകും, എന്ത് കുട്ടികളുണ്ടാകണമെന്ന് അത് കാലം തീരുമാനിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ആ നിലയിൽ നമ്മൾ ചിന്തിച്ച് പഠിക്കണം. എന്ത് വിഷമഘട്ടമുണ്ടെന്നും ഇതല്ല ആ ശക്തി എവിടെയാ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ എന്നെ കൊണ്ടുപോയിക്കൊള്ളു. അത് തീരുമാനിച്ച മാതിരി ഈ വിഷമം ഉണ്ടായിരിക്കുന്നത്. ഇനി എങ്ങോട്ട് പോകണമെന്നോ അതിനറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ, നമ്മളിപ്പോൾ ഒരു ടൂറ് പോകുന്ന എവിടത്തേക്കെങ്കിലും വിദേശ നാട് കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ടൂർ ഗൈഡ് എല്ലാം ഉണ്ടാവും. അവർക്ക് പൈസയും കൊടുത്തിട്ടാണല്ലോ ഒരു പാക്കേജ് എടുത്തിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഫ്രീ ആണ്. അവർ പറയുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് ഉടുത്തൊരുങ്ങി നിന്നോളണം. അവർ കൊണ്ടുപോകും, അവരെത്തുന്നതെല്ലാം പോയിട്ട് ഇങ്ങനെ തിരിച്ച് സുഖമായിട്ട് വരാം. നേരെ പക്ഷെ നമ്മൾ തന്നെ പോവുകയാണെങ്കിൽ എന്തെല്ലാം ചിന്ത, നമ്മൾ എന്നൊരു ചിന്ത എടുത്തിട്ട് നമ്മളാണ് പോകുന്നത് എന്ന നിലയിൽ പോയാലോ എത്രമാത്രം അവരെ എത്തിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് അപ്പുറം പോവുക, എവിടെയാണ് പോകേണ്ടത് സ്ഥലം പോലും നമുക്ക് നിശ്ചയം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു ടൂർ ഗൈഡിൻ്റെ പാക്കേജിൽ വരികയാണെങ്കിൽ ഒന്നും അറിയണ്ട. അതുമാതിരി തന്നെ നമ്മൾ ആ ശക്തിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു കാര്യത്തിലും നമുക്ക് ഭയമില്ല. അങ്ങനെയുള്ളൊരു ധർമ്മമാണ് വേദം പഠിപ്പിക്കുന്നത്. അത് തലയിൽ കയറില്ല. എപ്പോഴും ഞാനെന്ന ചിന്ത വെച്ചിട്ടല്ല ഞാനാണ് ചെയ്യുന്നതെന്നുള്ള അഹങ്കാരത്തിൽ പോവുകയാണ്. അതുകൊണ്ട് ഇവനും പാവയാണ്, മന്ദബുദ്ധിയാണ്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധർമ്മത്തെ വിട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ചരിത്രമെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ധർമ്മത്തെ എല്ലാം അങ്ങ് വിട്ട്, കാരണം പാപത്തിൽ പെട്ടുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ദുർമാർഗ പാഷാണ്ഡ മതത്തെ തൻ്റെ അഭിപ്രായമനുസരിച്ച് പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അദ്ദേഹം എന്തോ അതിൻ്റെ അടിസ്ഥാനം അയാൾക്ക് തോന്നുന്ന മാതിരി ഒരു പാഷാണ്ഡ മതം ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ലോകത്തിൽ വേദങ്ങൾ പറയുന്നത് മനസ്സിലാക്കാതെ, ശരിയായ നിലയിൽ മനസ്സിലാക്കാതെ കുറേ പാഷാണ്ഡ മതങ്ങൾ ഈ ലോകത്തിലുണ്ടായി. ഈ വേദങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട്. വേദം പറയുന്നത് എന്താണ്? എല്ലാവരും ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിയായിട്ടും കാണുന്നു, എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുന്നു. ഏതെങ്കിലും മതം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ മതം, മറ്റേ മതം. വേദം പറയുന്നത് എന്താണ്? എല്ലാത്തിലും ഒന്നിനെ ദർശിക്കുക. പ്രപഞ്ചം ഒരൊറ്റ ശക്തിയാണ് എല്ലാമായിട്ട് മാറിയത്. ആ ശക്തി ഒന്നേ ഉള്ളൂ. അതുണ്ടാക്കിയ ലോകം ഒന്നേ ഉള്ളൂ. പിന്നെ ഈ മനുഷ്യരും എല്ലാം അത് ഉണ്ടാക്കി തന്നെയാണ്. എല്ലാവരും ആ ശക്തി തന്നെയാണ്, ബ്രഹ്മമാണ് എല്ലാമായി മാറിയത്. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വേദത്തെയാണ് പാഷാണ്ഡ മതങ്ങളായിട്ട് മാറ്റിയിട്ട് കലിയുഗത്തിൽ എന്ത് ചെയ്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയ രാജാവ്. എന്നിട്ട് ഇത് കാരണം 10 പറയുകയാണ്, കഷ്ടമേ കലികാലത്ത് മനുഷ്യ അധമന്മാർ, ഈ മതങ്ങളായിട്ടെല്ലാം മാറിയവരെ മനുഷ്യ അധമന്മാരാണെന്നാണ് പറയുന്നത്. ഈശ്വര മായയാൽ മയങ്ങി, ഇവരെ മയക്കുന്നത് ഈ മായയാൽ തന്നെ. ഞാനെന്ന ചിന്ത ഈശ്വരൻ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ആ തരത്തിൽ ഇത് പറയുന്ന മനസ്സിലാവില്ല. എന്നിട്ട് ഈശ്വര മായയിൽ മയങ്ങി ശാസ്ത്രത്തിൽ വിധിച്ച ശുദ്ധവും സദാചാരവും
ശാസ്ത്രത്തിൽ വിധിച്ച ശുദ്ധവും സദാചാരവുമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അതായത് വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുളിക്കാതിരിക്കുക. കുറച്ചെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാം പറയുന്നത്. പക്ഷെ എന്താണ്, കുളിക്കാതിരിക്കുക. ശരി, കുഴപ്പമില്ല, നമുക്ക് കുളിക്കുന്ന ഒരു മെനക്കെട്ട പരിപാടിയാണ് കുളിക്കാതിരിക്കുക. കാരണം അങ്ങനെയാണല്ലോ മറ്റേ അങ്ങേര് നടന്നിരുന്നത്. കുളിക്കാതിരിക്കുക, ആചമനം ചെയ്യാതിരിക്കുക, ശുദ്ധി ആചരിക്കുക, തലമുടി മുറിക്കുക എന്നിങ്ങനെ. ചിലവർ മുട്ടയടിക്കും. അതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ്, അങ്ങ് തീരുമാനിക്കുകയാണ്. എനിത്തോട്ട് ചിലവർ മുട്ടയടിക്കും, ചിലവർ മുടി ഇങ്ങനെ വളർത്തും. അല്ല, അവരവരുടെ ഇഷ്ടം മാതിരിയാണ്. പിന്നെ മതങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരവർക്ക് തോന്നിയ മാതിരിയാണ് മതം ഉണ്ടാക്കുക. കുളിക്കാതിരിക്കുന്നവരുടെ ചിലവർ കണ്ടില്ലേ, ഭ്രാന്തനെ പോലെ നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവര് ഭ്രാന്തന്റെ മാതിരി അഭിനയിക്കും. ഞാൻ വലിയ ഭക്തിയാണ്, ദൈവത്തിന്റെ ആളാണ്, ദൈവം തന്നെയാണ്, ശിവനാണെന്ന് തന്നെ പറഞ്ഞേക്കും. എന്നിട്ട് ഭ്രാന്തന്റെ മാതിരി ഇങ്ങനെ മുടിയെല്ലാം പറിച്ചിട്ടിട്ട്, കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭ്രാന്തന്റെ മാതിരിയാണെന്ന്. പക്ഷേ ഈ ഭ്രാന്തന്റെ മാതിരി ആകുന്ന എന്തുകൊണ്ടാണ്, മാനസികപരമായിട്ട് ഒന്നിനും താല്പര്യമില്ലാതെ കുളിക്കാതെ നടക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഭാവമാണ് ഭ്രാന്തന്റെ അവസ്ഥ. ഒന്നിനും ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും തലയിടാതെ അങ്ങനെ നടക്കുമ്പോൾ ഭ്രാന്തന്മാരായി മാറുന്ന രൂപം നമുക്ക് തോന്നുമ്പോൾ ഭ്രാന്തന്മാരായി പോകും. അതിനു പകരം കൃത്രിമമായിട്ട് കുളിക്കാതെ ഭ്രാന്തന്മാരായിട്ട് നടന്നുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ അങ്ങ് ഭക്തി എത്തിയിട്ട് മറ്റേത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടൈശ്വര്യ സിദ്ധി എനിക്ക് കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ നടക്കുക. ഇതെല്ലാം പാഷാണ്ഡ മതങ്ങളാണ്. അഷ്ടൈശ്വര്യ സിദ്ധി എനിക്ക് കിട്ടിയിരിക്കുകയാണ്, എനിക്ക് മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറാൻ പറ്റും, എന്നിട്ട് ഭ്രാന്തന്റെ കളിക്കെല്ലാം കളിക്കും. ജനങ്ങൾ വിചാരിക്കുന്നവനാണ് ഏറ്റവും വലിയ ബ്രഹ്മ. വേദത്തിൽ തന്നെ പറഞ്ഞ, ഇവിടെ തന്നെ പറഞ്ഞ എന്താണ്, ഐശ്വര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ആളെ മുമ്പിലേ വരില്ല, അവൻ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു, അവന്റെ ശരീരം എവിടെയെങ്കിലും വീണ് പോകും. പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന പരിപാടിയില്ല. പക്ഷെ ഇവർ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ജനങ്ങളെ വിശ്വസിക്കാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിരിക്കുകയാണ് എന്നല്ല. ഭ്രാന്തന്റെമാരെ കളി കളിക്കും. എത്രമാത്രം ഭ്രാന്തന്റെ കളി കളിക്കാൻ പറ്റുമോ അത്രയും മാത്രം ദൈവമായിട്ട് മാറും. ആ നിലയിലേക്ക് നമ്മൾ ഇതിനെയെല്ലാം കൊണ്ടുപോയി. അതാണ് ഈ പാഷാണ്ഡ മതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈശ്വരനന്ദനമായ വഴക്കങ്ങൾ അവരവരുടെ ഇഷ്ടപ്രകാരം സ്വീകരിച്ച്, ഇതൊന്നും വേദങ്ങൾ നിർദ്ദേശിച്ച വഴിയല്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കും. പച്ചമാംസവും തിന്നു പച്ചമാംസം, അപ്പം ഭയങ്കര ദൈവമായിട്ട് മാറും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭീകര അവസ്ഥ വേണമല്ലോ. അപ്പം പച്ച മനുഷ്യന്റെ മാംസം എല്ലാം കടിച്ചു എന്നെല്ലാം പറയുമ്പോൾ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ അന്ന് എന്തെല്ലോ ആയി അങ്ങ് ഉഗ്രം ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. കലിയാൽ ബുദ്ധി കെട്ടവരായി, അവരുടെ ബുദ്ധിയെല്ലാം കെട്ടതാണ്. വേദം, ബ്രാഹ്മണൻ, യജ്ഞം, ഈശ്വരൻ, ലോകം എന്നിവയെ നിന്ദിച്ചുകൊണ്ട് വേദങ്ങളെയും ബ്രാഹ്മണരെയും നിന്ദിക്കും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാര്. ശാസ്ത്രജ്ഞന്മാര് പറയും ഇതെല്ലാം മണ്ടത്തരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേരടിക്കുക. ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധി, വേദങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയവര്. വേദങ്ങൾ ശരിക്കും മനസ്സിലാക്കിയവർ എന്ത് പറയും, ഇവന്മാർ ഈ കാണിക്കുന്നത് മുഴുവൻ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണരെ മുഴുവൻ നിന്ദിക്കും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പറയുന്ന അർത്ഥം ശരിക്കും മനസ്സിലാക്കിയവര്, വേദം ശരിക്കും അർത്ഥം മനസ്സിലാക്കിയവര് എത്ര പേരുണ്ടെങ്കിൽ ഇന്നീ കാണുന്ന അനാചാരങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? വേദത്തിലെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഭയം കൊണ്ട്. കാരണം അവരെ നിന്ദിക്കും. വേദം, ബ്രാഹ്മണർ, യജ്ഞം, അവർ പിന്നെ യജ്ഞമൊന്നും ചെയ്യില്ല. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോക പുരോഗതിക്കായിട്ട് നമ്മുടെ സേവനങ്ങൾ നടത്തുക. അവർക്ക് ലോക പുരോഗതിയുടെ സേവനമൊന്നുമില്ല, അങ്ങനത്തെ യജ്ഞമൊന്നുമില്ല. പിന്നെ വേറെ വല്ലതും എല്ലാം പിടി കാട്ടിക്കൊടുക്കും. ഈശ്വരൻ, ലോകം എന്നിവയെ നിന്ദിച്ചുകൊണ്ട് പിന്നെ അവർ പറയും ഈ ലോകമൊന്നുമില്ല, ഞാൻ പറയുന്ന ലോകത്തിലാണ് മറ്റേ. അങ്ങനെയായി ഭവിച്ചേക്കും.
11 അവർ വേദപ്രമാണമില്ലാതെ, അവർക്ക് പിന്നെ വേദമൊന്നും ആവശ്യമൊന്നുമില്ല, പുതുതായി ഉണ്ടായ മൂഢസങ്കല്പത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പുതുതായിട്ട് കുറെ മൂഢസങ്കല്പങ്ങൾ ഉണ്ടാക്കും. അവന്റെ സങ്കല്പത്തിനനുസരിച്ച് പല, ഇതെല്ലാം പാഷാണമതങ്ങൾ. പിന്നെ ഈ ലോകത്തിൽ കാണുന്ന എല്ലാം പാഷാണ മതങ്ങളാണ്. വേദം ഇതൊന്നല്ല, എത്രയോ ഇതിന്റെ നേരെ എതിരാണ്. മൂഢസങ്കല്പത്തിൽ സഞ്ചരിച്ചുകൊണ്ട് സ്വച്ഛമായ ആചാരങ്ങൾ ഉണ്ടാക്കി, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കുറെ ആചാരങ്ങളാണ്. ഓരോക്കും ഓരോ ആചാരമുണ്ട്. കാരണം ഇങ്ങനത്തെ ഓരോ വ്യക്തികൾക്ക് ചില ആചാരങ്ങളുണ്ട്, അവരുടേതായ ചില ആചാരങ്ങളുണ്ടാവും. സാധാരണ എല്ലാവർക്കും ഒരു ഈശ്വരനാണൊക്കെ ഒരേ സ്വഭാവങ്ങൾ, ഇതല്ല, ഇത് ഓരോ ആചാരങ്ങളാണ്. എന്നിട്ട് എന്തുണ്ടാകും? ഓരോ ആചാരങ്ങൾ ഉണ്ടാക്കി നരകയാതനയാകുന്ന കൂരിരുട്ടിൽ തന്നെത്താൻ ചെന്ന് വീഴും. അവരെവിടെയാ പോയി വീഴുന്നത്? അന്ധകാരത്തിൽ, അജ്ഞതയിൽ പോയി തന്നെത്താൻ പോയി അതിൽ വീഴുകയാണ് ചെയ്യുന്നത്. എന്താ അവർ നേടുന്നത്? മാന്യമായിട്ട് ഒന്നുകിൽ ഈ ലോകത്തിൽ ജീവിക്കുക, എല്ലാത്തിൽ പോയി ലയിക്കുക. ഇത് രണ്ടും ചെയ്യാതെ ഒന്നിക്കും മനുഷ്യരെ പോലെ, ഭൗതിക മനുഷ്യരെ പോലെ ഇവിടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് കുടുംബമെല്ലാം പോറ്റിയിട്ട് അവനവൻ്റെ കർമ്മവും ചെയ്ത് ലോകത്തെയും പരിപാലിച്ചു പോവുക. ഇല്ലെങ്കിൽ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോയി എവിടെയും പോയി വല്ല ഗുഹയിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ബ്രഹ്മേ ശരണം എന്ന് വെച്ച് അതിൽ നിൽക്കും. ഇതൊന്നും ചെയ്യാതെ ഇതിൻ്റെ ഇടക്ക് കിടന്നിട്ട് ഈ കളിക്കുന്നത് കൊണ്ട് എന്താണ് നേടുന്നത്? അവരെന്താ നേടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനു വേണ്ടിയാണ്? ഇനി 12 ഈ ഋഷി ഭഗവാന്റെ അവതാരം എന്തിനാണ്? ഈ ഋഷഭ ദേവന്റെ അവതാരം രജോ ഗുണത്തിൽപ്പെട്ടവർക്ക്, രജോ ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കർമ്മം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് മുന്നോട്ടേക്ക് പോകുന്നതാണ് രജോ ഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ ഇതേപോലെ അങ്ങ് പോയാൽ മതി. രജോ ഗുണക്കാർക്ക് അതുപോലെ അതിൽ നിന്നും ഉന്നതിയിലേക്ക് പോകാം. അങ്ങനെ ചിന്ത. തമോ ഗുണം എന്ന് പറഞ്ഞാൽ വേണ്ട, പിൻവലിച്ച് നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പൊ രജോ ഗുണത്തിൽ, അതായത് മുന്നോട്ടേക്ക് പോകണം, ഉന്നത നിലയിലേക്ക് പോകണം എന്ന ഗണത്തിൽപ്പെട്ടവർക്ക് മോക്ഷമാർഗത്തെ ഉപദേശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതിനുവേണ്ടിയാണ് ഈ ഋഷഭ ഭഗവാൻ ഈ രൂപത്തിൽ വന്നത് എന്ന് പറയുകയാണ്. അതിനായി അനുകൂലമായ ശ്ലോകങ്ങൾ ദാനം ചെയ്തു വരുന്നു. അതിന് അനുകൂലമായ ശ്ലോകങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേദങ്ങളിൽ, ഉപനിഷത്തുക്കളിലെല്ലാം. അങ്ങനെ മോക്ഷമാർഗത്തെപ്പറ്റി ചിന്തിക്കുക. നമ്മൾ മോക്ഷമാർഗം എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞ് സന്യാസത്തിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്. അതൊരു വശം. ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടെറിഞ്ഞ് പോവുക തന്നെയാണ്. കുടുംബമൊന്നുമില്ല, ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല. അല്ലാത്തവർക്കുള്ള വഴി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചെടുത്ത് ഇവിടുത്തെ കർമ്മം ചെയ്യാനാണ്. കല്യാണം കഴിക്കുന്നത് കുട്ടികളെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമെല്ലാം നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഇതെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ കർമ്മമെല്ലാം അതിനു വേണ്ടി ചെയ്തു കൊടുക്കുക, ബന്ധനത്തിലകപ്പെടാതിരിക്കുക. എന്നിട്ട് അതാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചങ്ങ് പോവുക. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ സുഖമായിട്ട് പോകാം. ഞാനെന്ന എൻ്റേതെന്ന ചിന്ത കളയാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ ഭൗതിക ലോകത്തിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും കുടുംബം പോറ്റുകയും മക്കളെയെല്ലാം ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതിൽ തലയിടരുത്. പിന്നെ നമ്മുടേതായ ലോകത്തിൽ ഈ ഭാഗവതമെല്ലാം വായിച്ചുകൊണ്ടിരുന്നോ, എവിടെയും പോയിട്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ വല്ല പോയാലോ മക്കൾ നോക്കിക്കോട്ടെ. അല്ലാതെ മക്കളോട് അങ്ങനെ ചെയ്യും, ഞാൻ പണ്ട് ഇങ്ങനെയാ ചെയ്തത് അതുകൊണ്ട് അതുമാതിരി ചെയ്യുന്നല്ല പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ ലോകം മാറി, നമ്മൾ പഴഞ്ചനായി. അവർ പുതിയ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവരെ നയിക്കുന്നത് ആ ശക്തി വിശേഷമാണ്, നമ്മളൊന്നും അല്ല. ആ ശക്തി വിശേഷമാണ് അവരെ നയിച്ചു കൊണ്ടുപോകും. നമ്മളെ നയിച്ചത് ആ ശക്തി വിശേഷമാണ്. ആ ശക്തി വിശേഷം അവരെ നയിക്കുമ്പോൾ നമ്മൾ കയറിയിട്ട് അങ്ങനെയല്ല നീ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അവൻ വരുമോ? കാരണം അവരെ നയിക്കുന്ന ആരാണ്? ഈ ബ്രഹ്മം തന്നെയാണ്. ഈ സത്യമാണ് മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ നമ്മിലുള്ള അഹങ്കാരങ്ങൾ തീരും. പറയാൻ എളുപ്പമാണ്, ഇവിടെ നടപ്പാകുന്ന കാര്യം കുറച്ച് കട്ടിയാണ്. 13 7 കടലുകളാൽ വേർതിരിക്കപ്പെട്ട 7 ദ്വീപുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഭാരതവർഷം, അതായത് ഇവിടെയാണ് ഈ വേദങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ 7 ലോകം ഉണ്ടെങ്കിൽ ആ 7 ലോകത്തിൽ ഒരു ലോകത്തിലാണ് നമ്മളുള്ളത്. ആ ലോകത്ത് തന്നെ 7 മരുത്തുക്കളുണ്ട്. അതിലൊരു മരുത്തുക്കളാണ് നമ്മൾ ഉള്ളത്. ആ മരുത്തിൻ്റെയാണ് ഭാരതവർഷം എന്നതുകൊണ്ട് അതിലെ വേണ്ടിക്ക് നമ്മളെ താഴത്തെ ഭൂമി നമ്മൾ ഇതും എടുക്കാം. ഭാരതവർഷം, അതിൽ ഭാരതവർഷം അധികം ഗുണമുള്ളതാകുന്നു. എന്തുകൊണ്ട്? ഈ വേദങ്ങളിൽ ജ്ഞാനം ലഭിച്ചതുകൊണ്ട്. അല്ലാതെ എല്ലായിടത്തും ഇതെല്ലാം തന്നെയാണുള്ളത്. മനുഷ്യരുണ്ടെങ്കിൽ സയൻസ് ഉണ്ട്, അതുകൊണ്ട്. പക്ഷെ ഈ ജ്ഞാനം ഭാരതവർഷത്തിലാണ്. നമുക്കിപ്പോൾ മറ്റൊരിടത്ത് ഇതേ വേദങ്ങൾ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയേ ഉള്ളൂ. നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിയിലല്ലേ ചിന്തിക്കാൻ പറ്റുമോ. അതുകൊണ്ടെന്ന് പറയാണ് ഈ ഭാരതദേശമാണ് അത്യന്തം ഗുണമുള്ളത്. കാരണം ഈ ഭാരതദേശങ്ങൾക്ക് ശ്രീഹരിയുടെ ദേവാവതാര ലീലകൾ, കഥകൾ ലഭ്യമാണ്. ഇനി 14 പ്രിയംവദനെ സംബന്ധിച്ച വംശമാകട്ടെ കീർത്തിയിൽ കേമമാണ്. പ്രിയംവദനാണല്ലോ നമ്മുടെ ഈ ഭാരതവർഷത്തെ എല്ലാം ഇതിൻ്റെ തുടക്കം. അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. പ്രിയംവദനിൽ നിന്നാണല്ലോ പ്രപഞ്ചഘടനയെല്ലാം ഉണ്ടാക്കിയിട്ട് വന്നത്. അപ്പം അങ്ങേരെ സംബന്ധിച്ചിടത്തോളം ഈ ഋഷഭം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഉയർത്തി എന്നാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവരാൻ പോകുന്നത്. പ്രിയംവദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വംശത്തിൻ്റെ കീർത്തി കേമമാണ്. കാരണം ഈ വംശത്തിൽ ആദിപുരുഷനായ ശ്രീഹരി അവതാരമെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു എന്ന് പറയുകയാണ്. നമ്മൾ നന്നായ നമ്മുടെ അച്ഛന്മാർക്കാണ് പേര്. അങ്ങനെ പ്രിയംവദനിലും എത്തി നിന്നു. അതിലൂടെ പരമഹംസ ധർമ്മത്തെ ആചരിച്ചു. പരമഹംസ ധർമ്മം എന്ന് പറഞ്ഞാൽ സന്യാസി ജീവിക്കേണ്ട യഥാർത്ഥ വഴിയാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. നമ്മൾ സന്യാസി എന്ന് പറഞ്ഞ ഇതൊന്നുമല്ല മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, വേറെ ഏതൊരിടത്താണ് മനസ്സാലെങ്കിലും ഈ ഋഷഭദേവന്റെ സങ്കല്പത്തോടെ നീങ്ങുന്നത്? വേറെ എവിടെയാണ്? ഭാരതവർഷത്തിലാണ്. ഈ മനസ്സാലെങ്കിലും, നമ്മൾ മനസ്സിലെങ്കിലും അങ്ങനെ നീങ്ങണമെന്നല്ല ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അസത്തിനെ നിരസിച്ച്, അതായത് ഈ ഭൗതിക ലോകത്തെ, ഇതിലുള്ള മായയിലകപ്പെട്ട സംഗതികളെയെല്ലാം, ശാസ്ത്രങ്ങളെയെല്ലാം നിരസിച്ച് മറ്റ് യോഗികൾ നേടാൻ ശ്രമിക്കുന്ന യോഗസിദ്ധി ആരാണ് കൊതിക്കാതിരിക്കുക? അങ്ങനെയുള്ള ഈ യോഗസിദ്ധി, അതായത് ഈ യോഗയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മുടെ മായയിൽ നിന്ന് മറികടന്നുകൊണ്ട് ബ്രഹ്മത്തിൽ പോയി സാക്ഷാൽ ബ്രഹ്മമായി ഈശ്വരനായിട്ട് മാറും. അപ്പോൾ ശരീരമെല്ലാം കളയേ, പിന്നെ ശരീരമില്ല, ബ്രഹ്മത്തിൽ പോയിലേക്ക്. നമ്മുടെ ശരീരം എവിടെയും വീണ് നശിക്കും. അതും കൂടി ഓർത്തുകൊള്ളണം. അത് എവിടെയേ സാധിക്കുകയുള്ളൂ? ഈ കഥയിലൂടെ ഭാരതവർഷത്തിൽ അതിനുള്ള അവസരം ഉണ്ട്. ഇനി 16 എന്നിട്ട് പറയുകയാണ്, എല്ലാ വേദങ്ങൾക്കും ലോകങ്ങൾക്കും ദേവന്മാർക്കും ബ്രാഹ്മണർക്കും പശുക്കൾക്കും പരമഗുരുവും ഭഗവാനുമായ ശ്രീ ഋഷഭ ഭഗവാന്റെ പാവന ചരിതം പറയപ്പെട്ടു. അങ്ങനെ ഋഷഭന്റെ കഥ പൂർണ്ണമായിട്ട് പറഞ്ഞ് തീർന്നു. മനുഷ്യരുടെ സർവ്വ ദുരിതത്തെയും നശിപ്പിക്കുന്ന ഏറ്റവും വലിയ മംഗളകാരിയായി ഇതിനെ നിരന്തരം ശ്രദ്ധയോടെയും ഏകാഗ്രഭാവത്തോടെയും കൂടിയിരുന്ന് പതിവായി കേൾക്കുകയും കേൾപ്പിക്കുകയോ ചെയ്താൽ
അതെപ്പോഴും അവസാനം പറയുന്നതാണ്. ഈ പവിത്രമായ ഈ സംഗതി, ഈ കഥ ആരോടെങ്കിലും പറയുകയോ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്താൽ സർവജ്ഞാനങ്ങളും നേടിയവനായിത്തീരും. ആ നിന്ദരുവടിയുമായുള്ള ആ ഏകാഗ്രബന്ധം കേൾക്കുന്നവരിലും കേൾപ്പിക്കുന്നവരിലും ഉണ്ടാകും. അതായത് കേൾക്കുന്നവർക്കും അത് പറഞ്ഞു കൊടുക്കുന്നവർക്കും ആ നിന്ദരുവടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം, സമ്പർക്കം നിരന്തരം ഉണ്ടാകും. ഇതെപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ട് ഇരുന്നാലും. ഇനി 17 പറയുകയാണ്, വിവേകശാലികൾ, വിവേകമുള്ളവർ എന്ത് ചെയ്യണം? പല പല പാപകർമ്മങ്ങൾക്ക് കാരണമായ സംസാര ക്ലേശങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ, നമ്മളെ കർമ്മങ്ങൾ ഇപ്പം എല്ലാം പാപം തന്നെയാണ്. അതുകൊണ്ടാണ് കഷ്ടപ്പാടുണ്ടാകുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. പാപികളായിട്ട് തന്നെയാണ് ജനിക്കുന്നത്, കഷ്ടപ്പെടാൻ തന്നെയാണ് ജനിക്കുന്നത്. അപ്പം പാപകർമ്മങ്ങൾ കടുമയായിട്ട് സംസാര ക്ലേശങ്ങളാൽ തപിക്കപ്പെടുന്ന ആത്മാവിനെ, അപ്പം അങ്ങനെ നമ്മളെ ആത്മാവ് എപ്പോഴും തപിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ആത്മാവിനെ ഭക്തിരസത്താൽ ഇടതടവില്ലാതെ സേചനം വഴി, ഇങ്ങനെ ഭക്തിയുടെ മാർഗത്തിൽ, അതായത് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു ശക്തിവിശേഷമാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ കഥയിൽ മുഴുകിക്കൊണ്ട് മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്ന ആനന്ദത്തിൽ എത്തുന്നതോടുകൂടി ഞാൻ ഭഗവാന്റെ സ്വന്തമായി എന്ന ഏക കാരണത്താൽ, അപ്പം അങ്ങനെ ഭക്തിയിൽ ലയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു ആരാധന എന്നതിൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? ആ ബ്രഹ്മം തന്നെയായിട്ട് മാറിക്കഴിയുകയാണ്. നമ്മൾ തന്നെ അതായിട്ട് മാറുകയാണ്. പിന്നെ ആരെ ആരാധിക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നാം തന്നെ അതായിട്ട് മാറും. പിന്നെ മനസ്സെന്താണ്? ശാന്തമായിട്ട് മാറും. എൻ്റെ 18 പറയുകയാണ്, പരീക്ഷിത്തിൻ്റെ കാലഘട്ടത്തിലെ ആ ശക്തിവിശേഷത്തെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. നമ്മൾ ഭാഗവതം തുറന്നു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് രാധേ രാധേ എന്നാണ് പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണങ്ങൾ കേൾക്കാറ്. പക്ഷേ ഇവിടെ ഇപ്പം കൃഷ്ണൻ എന്ന വാക്ക് ഇവിടെയാണ് ഒരിക്കൽ വരുന്നത്. പരീക്ഷത്തോട് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? പരീക്ഷത്തോട് പറയുമ്പോൾ കൃഷ്ണനാണല്ലോ ആ കാലഘട്ടം. കൃഷ്ണൻ നിങ്ങളുടെ യാദവരോടൊപ്പം, നിങ്ങളുടെ യാദവ കുലത്തിലാണല്ലോ, നിങ്ങളുടെ യാദവരോടൊപ്പം പാലകനായും അതിനെല്ലാം പാലിച്ചുകൊണ്ട് ഉപദേശകനായും ആരാധനാമൂർത്തിയായും ഇഷ്ടതോഴനായും വംശനിയന്താവായും ചിലപ്പോൾ വൃത്യനെ പോലെയും വർദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വേലക്കാരനെ പോലെയും ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിലും കേട്ടുകൊണ്ട് നടന്നിട്ടുണ്ടാവാം ഈ കൃഷ്ണൻ. ഈ കാലം പരീക്ഷത്തോട് പറയുകയാണ്, ചിലപ്പോൾ നിങ്ങളുടെ പാലകനാണ്, ഉപദേശകനാണ്, ആരാധനാമൂർത്തിയാണ്, ഇഷ്ടതോഴനാണ്. ചിലപ്പോൾ ദാസന്മാരുമാണ്, ഇപ്പോൾ ദൂതനെ പോലെയെല്ലാം വൃത്യനെ പോലെയും വർത്തിച്ചു എന്നത് ശരി തന്നെയാണ്. എന്നാൽ മുക്തിപ്രദനായ അവിടുന്ന് തന്നെ ഭജിക്കുന്നവർക്ക് മുക്തിയെ നൽകും. എന്നാൽ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഭജിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യും, മുക്തി നൽകും. ഒരിക്കലും ഭക്തിയോഗത്തെ കൊടുക്കുകയില്ല. ഭക്തിയോഗം എന്ന് പറയുന്നത്, ഭക്തിയോഗം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അല്ലാതെ എല്ലാവരെയും പിടിച്ചിട്ട്, നിരീശ്വരവാദികളെയെല്ലാം പിടിച്ചിട്ട് എന്താണ് ഭക്തി ഉണ്ടാക്കി വിടാതെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും അർത്ഥമില്ല. അതിൻ്റെ ഒന്നും താല്പര്യം അദ്ദേഹത്തിന് ഇല്ല. ആരെങ്കിലും ഭജിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുക്തി നൽകും, മോക്ഷം നൽകും. ആർക്കാണോ മോക്ഷം വേണ്ടത്, ബ്രഹ്മസാക്ഷാത്കാരം വേണ്ടത്, അവർക്ക് മോക്ഷം നൽകും. അല്ലാതെ എല്ലാവരെയും പിടിച്ചിട്ട്, ഈ മതങ്ങളെല്ലാം കണ്ടിട്ടില്ലേ, എല്ലാവരും ഇതുപോലെ നമ്മളെ മതമാണ് ശ്രേഷ്ഠം, നമ്മളെ ഈശ്വരനാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന മാതിരി അപ്പരിപാടിയൊന്നും ശ്രീകൃഷ്ണനില്ല. നിങ്ങൾക്ക് ഭക്തി ഉണ്ടാക്കി തരിക, നിരീശ്വരവാദികളാണെങ്കിൽ അവരെ നന്നാക്കിയെടുക്കുക, എന്നിട്ട് ഭക്തി ഉണ്ടാക്കുക.
അതിലൊന്നും അതായത് ആരാണോ ഭക്തിയോടുകൂടി വരുന്നത് അവർക്ക് മോക്ഷം കിട്ടും. അതായത് സ്വയം തോന്നി വിരക്തി വന്നവന് മാത്രമേ അവിടെ എത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ വേറൊരു ശക്തിയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ഇനി 19 പറയുകയാണ്, സർവഥാ അനുഭവിക്കേണ്ടതായ ആത്മീയ ആനന്ദത്തിൽ നിന്നും, നമ്മുടെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുന്നുള്ളൂ, ആ ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ ഞാനെന്ന ചിന്ത കളഞ്ഞിട്ട് എല്ലാം ബ്രഹ്മമാണ് എന്ന ആ ഒരു ചിന്തയിൽ എത്തുന്നത് വരെ നമുക്കെന്തുണ്ടാകും, അപ്പോഴാണ് ശരിയായ ആനന്ദം മനസ്സിന് അനുഭവപ്പെടുക, ശാന്തത കിട്ടുക. അല്ലാതെ ഞാനെന്ന ചിന്ത വെച്ച് ഓടി നടക്കുമ്പോൾ, പലതും നേടാൻ ഓടി നടക്കുമ്പോൾ ശാന്തത കിട്ടാൻ പോകുന്നില്ല. ശാന്തത കിട്ടണമെങ്കിൽ സർവഥാ അനുഭവിക്കേണ്ടതായ ആത്മാനന്ദത്തിൽ ആ അവസ്ഥയിൽ എത്തണ്ട. അതിനു പകരം ആത്മാവിൽ നിന്നും അകറ്റുന്ന ദേഹാദി ചിന്തകളാൽ, ആ ആത്മാവിൽ നിന്നും നമ്മളെ ശരീരത്തെ പറ്റിയുള്ള ചിന്തകളാണ്, നമ്മളെ ശരീരത്തെ പറ്റി ഞാനെന്ന ചിന്ത, എൻ്റെ ശരീരം, എൻ്റെ ആള്, ഈ ചിന്തകളിൽ നിദ്രയിൽ ആണ്ട് കിടക്കുന്ന ലോകത്തിന്. അപ്പൊ ഈ ലോകത്തിലുള്ളവരെല്ലാം ഇങ്ങനെയുള്ള ഒരു നിദ്രാലോകത്തിലാണ് അകപ്പെട്ട് കിടക്കുന്നത്. ഞാൻ എൻ്റെ ശരീരം എന്ന ചിന്തയിൽ ലയിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് ലോകത്തിലുള്ള ഭൂരിപക്ഷം പേര്. അവർക്ക് ഈ സംസാരം, എന്നിട്ട് അപ്പോഴൊന്നുണ്ടാവും സംസാര ഭീതി ഉണ്ടാവും. നാളെ എന്ത് നടക്കും, നാളെ എങ്ങനെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കും, ഇങ്ങനെയുള്ള ഭീതിയെല്ലാം കൂടി ഈ സംസാര ഭീതി അകറ്റുന്ന ഈ ആത്മദർശനത്തെ, ആ ഭീതി അകറ്റാനുള്ള ആത്മതത്വമാണ് ഇതുവരെ ആരുപദേശിച്ചത്, ഈ ഋഷഭദേവൻ ഉപദേശിച്ചതെന്നത്. അപ്പം സംസാര ഭീതി അകറ്റുന്ന ആത്മദർശനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്ത ആ ഋഷഭമൂർത്തിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. നമസ്കാരമല്ലെങ്കിൽ നമോവാകം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്.